വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കാത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനം നിലമ്പൂരിൽ നിന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്തു പറയുന്നു എന്നുള്ളതാണ്. അല്ല, കത്തോലിക്ക കോൺഗ്രസ് ഒന്നും വിമർശിച്ചിട്ടില്ല. അവിടെ ആരോ ഈ കാസയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന ആരോ അവിടെ താമരശ്ശേരി രൂപത പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. ഇതൊക്കെ ചില ആളുകൾ ഒറ്റയ്ക്ക് കൊടുക്കുന്ന സംഭവമാണ്. പിന്നെ എല്ലാ മതവിഭാഗങ്ങളും തമ്മിൽ യോജിപ്പിലൊന്നുമല്ലല്ലോ, അവരൊക്കെ തമ്മിൽ തർക്കം ഉണ്ടാവും. ഞങ്ങൾ ആരുമായിട്ടും തർക്കമില്ല. ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചു, ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചു. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു, അപ്പോഴും ഞങ്ങൾ സ്വീകരിച്ചു. അപ്പം ഇല്ലാത്ത വിവാദം നിലമ്പൂർ എന്താ വിവാദം ഉണ്ടാകും? പിന്നെ 30 കൊല്ലം അന്ന് വെൽഫെയർ പാർട്ടി പോലും അല്ല, പണ്ട് ജമായത്ത് ഇസ്ലാമിയാണ്. ആ ജമായത്ത് ഇസ്ലാമി ആയ കാലത്ത് 30 കൊല്ലം CPM-ന് പിന്തുണ കൊടുത്തപ്പോ അവർ മതേതരവാദികൾ, ഇപ്പൊ വർഗീയവാദികൾ. അത് എവിടുത്തെ ഏർപ്പാടാ? ഇപ്പൊ ഞങ്ങളിപ്പോ ശ്രീ MM ഹസൻ, അദ്ദേഹം രാജസ്ഥാനിലും വേറെ ഒരു സംസ്ഥാനത്തും CPM-ന്റെ ജയിച്ച ആളുകള് ആ സംസ്ഥാനത്ത് അമീറിനെ പോയി നന്ദി പറയാൻ വേണ്ടി പോയ പടം ഇപ്പൊ പത്രസമ്മേളനത്തിലിട്ടു. ഇന്ത്യയിലെ ഈ ഇലക്ഷനില് അപ്പൊ CPM-ന് ഇതൊക്കെ ആവാം, വേറെ ആരും ഇത് ചെയ്യാൻ പാടില്ല. അവരുടെ കൂടെ നിന്നാൽ മതേതരവാദി അല്ലെങ്കിൽ വർഗീയവാദി, അത് കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങൾക്ക് പിന്തുണ കൊടുത്ത് ഞങ്ങൾ സ്വീകരിച്ചു. ഇനി മദനി തീവ്രവാദിയാണ്, ആ മദനിയെ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് PRD-യില് മറ്റേ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പുസ്തകം ഇറക്കിയ ആളുകളാണ് CPM. തീവ്രവാദി ആയതുകൊണ്ട് ഞങ്ങൾ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൊടുത്തു. എന്നിട്ട് ആ മദനിയുടെ പാർട്ടിയുടെ പിന്തുണ CPM-നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ ഏതാണ് മഹാത്മാഗാന്ധി വെടിവെച്ച് വന്ന ഹിന്ദു മഹാസഭ, അവരുടെ പിന്തുണ മേടിക്കാം CPM-ന്. ആ ഹിന്ദു മഹാസഭ ആ സന്യാസി ഒരു തലയിലൊക്കെ കെട്ടുവന്ന് ഭയങ്കര വർഗീയവാദിയാണ്, ഒരു കുഴപ്പമില്ല CPM-ന്. മദനിയുടെ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കാൻ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ചുമ്മാ വെറുതെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉള്ള ഏർപ്പാടാണ്. ഇവിടെ പ്രിയങ്ക ഗാന്ധി 4 ലക്ഷം വോട്ടിനെ ജയിച്ചത്. ഇവിടെ മാത്രം ഈ നിലമ്പൂരിൽ മാത്രം 65,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിജയരാഘവൻ ഇവിടെ ചാർജുള്ള ആള് എന്താ പറഞ്ഞത്? അത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടിട്ടാണ്. തീവ്രവാദികളാണ് ഇവിടെ അവർക്ക് വോട്ട് ചെയ്ത 95,000 പേരാണ് ഇവിടെ വോട്ട് ചെയ്തത്. അവർക്ക് 95,000 വോട്ട് ചെയ്തപ്പോ LDF സ്ഥാനാർത്ഥിക്ക് 29,000 വോട്ടാണ് കിട്ടിയത്. അപ്പൊ ഈ പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ വോട്ട് ചെയ്ത 95,000 പേർ തീവ്രവാദികളാണോ? പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാന്ന് പറഞ്ഞ വിജയരാഘവനാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല. ഈ മലപ്പുറം ജില്ലയെപ്പറ്റി, ഈ മലപ്പുറം ജില്ലയിൽ മുഴുവൻ നടക്കുന്നത് തീവ്രവാദ പ്രവർത്തനമാണ്. ഇവിടെ നടക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്താണ്, ഇവിടെ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് മലപ്പുറം കേന്ദ്രമായിരിക്കുന്നത് എന്ന് 1 ഡസൻ പ്രാവശ്യം പ്രസ്താവന ഇറക്കിയ വിജയരാഘവനെ കൊണ്ടുവന്ന് ഇവിടെ ചാർജ് കൊടുത്തത് വെറുതെ അല്ല. CPM ഇത് വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ്. പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അത് അഖിലേന്ത്യാ കോൺഗ്രസിന്റെ നിലപാട്, ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് വ്യക്തമാക്കണം എന്നാണ് ഇന്ന് MP ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. MP ഗോവിന്ദൻ പറഞ്ഞതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് പ്രിയങ്ക ഗാന്ധി വരുന്നത്. MP ഗോവിന്ദൻ പറഞ്ഞതിന് മറുപടി ഞാനോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ DCC പ്രസിഡന്റോ പറയും. MP ഗോവിന്ദൻ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനല്ല പ്രിയങ്ക ഗാന്ധി വരുന്നത്. മുന്നണിയിൽ ഭിന്നിപ്പുണ്ട് ഈ വിഷയത്തിൽ നിന്നുകൂടെ. ഞാൻ ഒറ്റ ചോദ്യം, MP ഗോവിന്ദനെ എത്ര പ്രാവശ്യം ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ട്? MP ഗോവിന്ദൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും ജമായത്ത് ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയിട്ടാണ് ജയിച്ചത്. ഞാൻ തെളിവ് കാണിച്ചത്. ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ഒരിക്കലും അവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. 6 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോ 6 തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്കാണ് അവര് പിന്തുണ കൊടുത്തത്. കാരണം അന്ന് അവർ LDF-ന്റെ കൂടെ ആയിരുന്നു. എന്നിട്ട് എനിക്ക് അവരോട് വല്ല വിരോധം. ഞാൻ അന്ന് പറഞ്ഞ നിങ്ങൾ എന്തിനാണ് LDF-ന് കൊടുക്കുന്നത്? അത് അവരുടെ ഇഷ്ടം. ഇപ്പൊ അവരതിന്റെ ലൈൻ മാറി, പൊളിറ്റിക്കൽ ലൈൻ മാറി. ഇന്ത്യയിൽ കോൺഗ്രസ് ദുർബലമായാൽ വർഗീയ ശക്തികൾ ശക്തി പ്രാപിക്കും എന്നാണ് അവരുടെ ഒരു പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ. ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിനകത്ത് UDF-നകത്ത് ഭിന്നതയുണ്ടോ? അത് കുറെ നാളായാലും ഇങ്ങനെ UDF-ൽ ഭിന്നത എന്ന് വരുത്താൻ നോക്കി. UDF ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരുമിച്ച് നിന്നാണ് തീരുമാനം എടുക്കണം. ഒറ്റ തീരുമാനമാണ്. അതൊക്കെ വെറുതെ ഇങ്ങനെ ചില ചാനലുകൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാനുള്ള സാധനമാണ്.